ഹലോ ഫ്രണ്ട്സ്. അപ്പൊ ഞാനും ആദ്യം കൂടിയിട്ട് ഒരു സ്റ്റേക്കേഷന് പോവാം. ഓക്കെ, എന്നാ നീ പറ. സ്റ്റേക്കേഷൻ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാന്. അപ്പൊ നമ്മളില്ലേ ഒരു 1 hour കോട്ടക്കലിക്കാണ് നമ്മള് പോണേ. നമുക്ക് എനിക്കൊക്കെ എടുക്കാൻ ഇവിടെ പുതപ്പുണ്ട്. ഫുൾ സെറ്റപ്പിലാണ് ഞങ്ങള് പോണത്. ഓക്കെ ബൈ. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ഞങ്ങള് കോളേജ് ഫ്രണ്ട്സിന്റെ ഒരു ഗെറ്റ് ടുഗദർ ആണ്. നമ്മള് കുറേ വർഷങ്ങളായി ആക്ച്വലി കൂടിയിട്ട്. അപ്പൊ ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് ഒത്തുകൂടാൻ ചാൻസ് കിട്ടിയത്. അപ്പൊ നമ്മളൊരു 1 day സ്റ്റേക്കേഷൻ, നമ്മള് മാത്രല്ല നമ്മുടെ കുട്ടികളും അല്ലേ. അപ്പൊ നമ്മള് ഡ്രൈവ് ചെയ്യാം. കാര്യം ഡ്രൈവ് ചെയ്യുമ്പോ ഫോൺ ഉപയോഗിക്കുന്ന അത്ര സേഫ് അല്ല. ഓക്കെ ബൈ. ഞങ്ങളാണ് ആദ്യം ലൊക്കേഷനിലെത്തി അല്ലേ. ബാക്കി എല്ലാരും വരട്ടെ. റിസോർട്ടൊന്നും കണ്ടല്ലോ. അപ്പൊ നമ്മള് റിസോർട്ടിലെത്തി. എല്ലാരും എത്തിയിട്ടുണ്ട്. ഒരാളും കൂടെ വരാനുണ്ട്. നല്ല പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ സ്ഥലം. പല്ലക്ക് റിസോർട്ട്. സ്ഥലം പറയേ. എത്ര വർഷത്തിന് ശേഷം ഇപ്പൊ കൂടുതൽ 11 ആയോ? നമ്മള് അന്ന് കൂടി ഞങ്ങൾ 6 ഉള്ളു. പക്ഷെ കുട്ടികള് 11. ഇത് അസ്മ, നമ്മളെ കോളേജ് സമയത്തെ യമുനാറാണി. അതെ, സീരിയസും നമ്മളെ ക്ലാസ്മേറ്റ്സ് ഒക്കെ. പക്ഷെ ഒരു കാര്യണ്ട്, ഇവളെ കാണുന്ന എങ്ങനെയാണേലും വായ തുറന്നാ പോയി. അങ്ങനെയാണ് ഞങ്ങളെ ക്ലാസ്സിലെ ബോയ്സ് ഒക്കെ പറഞ്ഞത്. എന്ത് രസമോളെ കാണാൻ, വായ തുറന്നാ പോയി. ഫുള്ള് ബോഡി ഷേമിങ്. പണ്ടു ഇക്ക സാരി എടുത്തിട്ട് ഇന്നെ കണ്ടോടെ അമ്മായി എന്ന് പറഞ്ഞേ. ഞാനെ തടിച്ചെന്ന് പറഞ്ഞേ. ഇത് ഞങ്ങളെ ഗ്രാങ്ങിലെ കുലസ്ത്രീ അല്ലേ. അന്നൊന്നും പറഞ്ഞില്ലേ ഓള്? അല്ല, ഷംലാന്റെ അഭിപ്രായം എന്താ? ഇവളല്ലേ നമ്മളെ ടീമിലെ കുലസ്ത്രീ. ഇവള് സെക്കൻഡ് ആണെങ്കിൽ എനിക്ക് തരാം. അതെ, തറം. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലൈക്ക് ഇപ്പൊ ബഹളം. ഇവിടെ ഒരു ടീമിന്റെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. ഹലോ. ഒരു ട്രഡീഷണൽ കുറെ കോട്ടേജസും പിന്നെ കുട്ടികൾക്ക് പ്ലേ ഏരിയ, ഇങ്ങനെ ചെറിയ ഇവന്റ്സ് ഒക്കെ നടത്താനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പൂളുണ്ട്. നമ്മുടെ കോട്ടേജ് വരുന്നത് ഇവിടെയാണ്. എന്തൊക്കെ ഐറ്റംസ്? ഇത് മറ്റേ ഞങ്ങളുടെ ഗ്രാങ്ങിലെ ഊറി. അതെ അതെ, പക്ഷെ മുഖം പുറത്ത് കാണിക്കൂല. അത് ചിരിക്കണം. പിന്നെ ഇത് എല്ലാം പക്ഷെ അസ്മ തിന്നാവുകയാണെങ്കിലല്ലേ. ഇത് കാണുന്ന പോലെ ഇപ്പൊ ഞങ്ങളെ കോളേജിൽ പഠിപ്പിക്കാൻ കയറി. അവിടെ എത്ര 4, 2, 6 കൊല്ലം വെറുപ്പിച്ച്. ഇപ്പൊ പിന്നെ കുട്ടികളെ വെറുപ്പിക്കാനായിട്ട്. ഐഷു എന്താ പണ്ട് ഹോസ്റ്റലില് ഞങ്ങള് അസ്മ
ഇവള് അവള് ഞാന് എന്നിട്ട് ക്ലീൻ ചെയ്യൂല അല്ലെ, ഒരു പണി എടുക്കൂല ഇല്ല. എന്നിട്ട് എവിടെയും വീട്ടില് പോയാല് ഞങ്ങള് വീട്ടിലൊക്കെ നിക്കാം. ആ അത് ഉള്ളി അരിഞ്ഞായിരുന്നു ഞാനാ. എനിക്ക് ഉള്ളി അരിയ, സവാള ഗിരി 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 ഗിരി. അസ്മ നമ്മളൊക്കെ ഉറങ്ങുമ്പോ ഉണ്ടാവും, രാവിലെ ഉണ്ടാവും ചൂലെടുത്തിട്ട് മേലെ. എന്നിട്ടാണെങ്കി ഇവിടെ അമ്മ പറയും കണ്ട് പഠിക്കാപ്പൊ. ആ എനിക്ക് അത് കറക്റ്റ്. എനിക്ക് നേരം വെളുത്താൽ ഇങ്ങനെ വീടുണ്ട് അടിച്ചു കയറിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. നോള് വീട്ടിലൊരു കരിയല പറക്കിടും ഞാൻ. ആ ഒരു 12 നാല് കുട്ടി കുറച്ച് ആശ്വസിപ്പിച്ചതോ. മന്ദനക്ക് ഡോഗ് ഉണ്ടായിരുന്നില്ലേ? അല്ല അത് കേട്ടിട്ട് വന്ദന എന്താ പറഞ്ഞു? ഇവൾക്ക് എന്താ അറിയണ്ടേ അറിയോ? തടിച്ചിക്കണ അവള് ബോഡി ഷേമിങ്. അതേ പറഞ്ഞ കുലസ്ത്രീ നമ്പർ 1. ആ വേണം വേണം വേണം. ആ അതെ കണ്ട അപ്പൊ ശസ്ന തടിച്ചു എനിക്ക് മാത്രമല്ല തടിച്ചു. എന്നോട് അതെ വർഷങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കളെ കണ്ടപ്പോ പറയണത് സന്തോഷത്തിന് വന്നപ്പോ ഗിഫ്റ്റ് വേണ്ടിയേ? വേണ്ടേ? എന്നാ ഗിഫ്റ്റ് വേണ്ടിയവർക്ക് ഇവിടെ ഫ്ലോറിൽ വന്നിരിക്കും. ഓക്കെ ഇരുന്നോ, റൗണ്ടിൽ ഇരുന്നോ. ഇനി വരാണ്ട് നമ്മള് പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കാം. അപ്പൊ കുട്ടികൾക്കൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് ഇഷ്ടായി. ഹാപ്പി ആയാ? എത്ര ഗിഫ്റ്റാ കിട്ടിയേ? സന്തോഷായി. കുട്ടി ഇത് ചിരിക്കണേ. സ്പൈഡർമാൻ. സ്പൈഡർമാൻ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? എന്നായി ഹാപ്പി ആയാ? എത്ര ഗിഫ്റ്റ് കിട്ടി? രാജു ഹാപ്പി? കൊറേ ഗിഫ്റ്റ് കിട്ടിയാ? എല്ലാരും ഗിഫ്റ്റ് പൊട്ടിക്കണ കാര്യമാണ്. കുട്ടിക്ക് ഓജോ ബോർഡ് കൊടുന്നെടുത്ത്. ഇതെന്താ ഓജോ ബോർഡാന്ന്? ഇതാരും മേടിച്ചേ? ഇതാരും ഗിഫ്റ്റാ? എടത് പസിലാണ്ടാ? ഈ ഗിഫ്റ്റിന്റെ ഐഡിയ ആരതായിരുന്നു? അസ്മാടതല്ലേ? അസ്മയാണ് കുട്ടികൾക്കുള്ള ഗിഫ്റ്റിന്റെ ഐഡിയ പറഞ്ഞത്. അപ്പൊ നമ്മള് സിമ്പിൾ ഐറ്റംസ് എല്ലാരും ഞങ്ങള് 11 കുട്ടികൾക്കും വാങ്ങി. അപ്പൊ കൊടുത്ത് അവരൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കുന്നു. പക്ഷേ രസമായിട്ടാ, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ആരെ ഇരിക്കണേ? പണ്ട് സ്റ്റേറ്റ് ലെവലില് ഒപ്പന കളിച്ച് ചാമ്പ്യൻഷിപ്പ് അല്ലേ ജുനൈ സാറ്? ആ ഇവളെ ഒപ്പനക്ക് അല്ലേ നമ്മളെ സഖാവ് അച്യുതാനന്ദന് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് പണ്ട്. ഏത് വർഷം എനിക്കറിയില്ല, പത്രത്തിലൊക്കെ വന്നിക്കണേ. ബോഡി ഷേമിങ്, അഗൈൻ ബോഡി ഷേമിങ്. ഇപ്പൊ നിങ്ങൾ ഇതിൽ കണ്ട വിചാരിക്കും ഏറ്റവും അതപ്പോ ഓൾക്കാണ്.
അനക്കാന്ന് വിചാരിക്കാം നമ്മളതില്. പക്ഷേ നമ്മളെ കോളേജിൽ നിന്ന് തന്നെ സെറ്റാക്കി കല്യാണം കഴിച്ചത് അവളായിരുന്നു അല്ലേ? അല്ലേലും എല്ലാ അതെ ഒത്തില്ല അണ്ണവർക്കൊക്കെ സംശയം ഉണ്ടാവും നമ്മളെവിടെ പഠിച്ചത്. നമ്മള് എല്ലാവരും അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി 11th ബാച്ച് B.Pharm. അപ്പോൾ അവിടുത്തെ കുറച്ച് പേരുകളൊക്കെ ഇതിൽ കേൾക്കാം അല്ലെ? ജുനൈസാറൊക്കെ നമ്മൾ പറഞ്ഞു. ഈ അവസരത്തിൽ ഞാൻ ജുനൈസാർ കൊടുക്കും. പിന്നെ അൽഷിഫ തന്നെ കല്യാണം കഴിച്ചവരുണ്ട്, സീനിയർ ജൂനിയർ. അതെ, മിണ്ടാപ്പൂച്ച കലടക്കുന്ന പറഞ്ഞ അതെ എക്സാമ്പിള്. ക്ലാസ് എടുക്കുന്ന അനുഭവങ്ങൾ പങ്കുവെച്ച് ഷംല. പണ്ടത്തെ ക്ലീശ ക്രിഞ്ച് ഡയലോഗ് ടീച്ചർമാരുടെ. പണ്ട് ക്ലാസ്സിൽ എന്തൊക്കെ കാട്ടിയിരുന്ന ഇവളില്ലേ പറയാ. ഇവളെ മാറി ജനിച്ചുള്ളത് ഈ ജനറേഷൻ. ഈ മറ്റേ 16 ചായ കണ്ട് സന്തോഷപ്പത്. ചായ എല്ലാരും കഴിച്ചു. പഴംപൊരി ചായ അടിക്കൂല. ഓക്കെ, നമുക്ക് സ്നാക്സ് വന്നു. ചായ പഴംപൊരി എടി. ഞാന് കുരുല്ലാത്ത പഴംപൊരി കഴിക്കാം. അത് ഇതില് കണ്ടാ കുരുല്ല. ഞങ്ങളൊക്കെ എന്തായാലും പറയാ അതിൽ കുരുല്ലേ? ഇല്ല, ഇതില് കുരുല്ല. ഞാൻ കുരുല്ലാത്ത പഴംപൊരി കഴിക്കും. പക്ഷെ ഇതിനെല്ലാവരും ഫാമിലിയിലൊക്കെ ട്രോളുന്ന ഒരു സാധനമാണ്. പഴംപൊരിക്ക് കുരുവാണ് ഉണ്ട്. ഇതല്ല കേട്ടോ, ഇത് കരിഞ്ചീരകാണ്. പക്ഷെ ഇവിടെയാണ് കുരു ഉണ്ടാവുക. അതായത് മക്കളിട്ട് സ്റ്റേക്കേഷന് വന്നാൽ എങ്ങനെ ഇരിക്കും? ഗേൾസ് ബഹളത്തിൽ എന്തേലും കേൾക്കണ്ട. അത് ഞാനാ റബ്ബറല്ലാത്ത ചിക്കൻ. ഉമ്മിയുടെ ഷെണ്ട് ഫ്രണ്ടിനല്ലേ ഷെണ്ട് പറയണ. അതായത് കോളേജിലെ അല്ലേ മൊത്തം നമ്മളെ ബാച്ച് മാത്രല്ല എല്ലാരും ന്യൂസ് അറിയണമെങ്കിലും ഇതോ ഇവിടെ എല്ലാരും അപ്ഡേഷൻ അറിയാം. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെല്ലാരെയും ഓർക്കുന്നു. കിട്ടി വരും നീന്തണ. ആമനെ പേടിണ്ട. ഇവള് ആമനെ പിടിക്കും കുളത്തിന്ന്. എന്നിട്ട് ആമനെ പെറ്റായിട്ട് ഒരു ഇതിലിടും, പാത്രത്തിലിടും ഇവള്. എന്നിട്ട് അതിനെ പിടിച്ചിട്ട് എന്താ ചെയ്യാറ്? ഉമ്മ വെച്ചു കൊടുക്കും ആമന്. അല്ല പെറ്റല്ലേ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇനി എന്താണെന്നറിയാം അടുത്ത പരിപാടി. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളെല്ലാരും പൂളിലിറങ്ങും. സ്വിം സ്യൂട്ട് കൊടുക്കുന്നുണ്ടാ? ഞാൻ യൂട്യൂബിലിടും. ഉണ്ട് പിന്നല്ലാണ്ട്. എനിക്കുണ്ടാ? നീ പറ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ. ഇവന് നീന്തും. അവിടെ സിനി നിസ്കരിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഏത് പുളിക്കും ഇറങ്ങാ? അമ്പോ അങ്ങനൊക്കെ ഉണ്ടാ? ഈ എന്താ തിന്നണേ? പഴംപൊരി. അപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ചു. ജസ്റ്റ് തീരെ ഫോട്ടോ എടുത്തിട്ടില്ല. നമ്മൾ വന്ന പാട് ഫുള്ളിരുന്ന് വർത്താനൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാ. നല്ല സ്പേസ് ആട്ടോ ഇവിടെ. മഴ വരുന്നുണ്ട്. ബാക്കി എല്ലാവരും വരുന്നുണ്ട്. നമ്മളെ ഇവിടെ ഇവര് ഈ 2 ചെറുതുങ്ങളും അവരെ ഒക്കെ തന്നെ ഇറങ്ങില്ല. കുട്ടികൾക്കൊക്കെ പൂളിൽ ഇറങ്ങാൻ തിരക്കായി. പക്ഷെ ഇവിടെ നമുക്ക് ടൈമിംഗ് ഉണ്ട്.
അപ്പോൾ ഇപ്പോൾ ഒരു ടീം അവിടെ ഇറങ്ങിയിട്ടുണ്ട്, കുറേ ഫാമിലി ഉണ്ടല്ലോ. അപ്പം ഞാൻ അവരെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. കയ്യിൽ ലിപ്സ്റ്റിക് ഉണ്ടാ? ഷംല ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് വാ. കീനോന് ലിപ്സ്റ്റിക് ആണ്, ഒന്ന് എടുത്തിട്ട് വാടി. പണ്ട് പണ്ട് ചുണ്ട് ചോക്കുന്ന വെച്ചിട്ടേ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോ കുട്ടി പച്ചമുളക് എടുത്തിട്ടേ കുട്ടി സിനി ഫോട്ടോ എടുക്കോ ഷാമിനെ അങ്ങോട്ട് വാമലേ ഞാൻ അന്ന് ഇത് പാട്ട് പറയ്, റീലിന്റെ പ്ലാനിങ്. അപ്പൊ ഇനി നമ്മള് പൂളിൽ ഇറങ്ങാൻ പോവാണ്. കാരണം കുട്ടികൾക്കൊക്കെ ക്ഷമ പോയിക്കണേ വെയിറ്റ് ചെയ്തിട്ട്. എല്ലാരും സിംചൂട്ടാ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് പൂളിൽ പോവാം. കുട്ടികളെല്ലാരും ഇറങ്ങി. ലൈക്ക് വലിയ പൂളാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ചേഞ്ച് ചെയ്തിട്ടോ. സോ ഇതാണ് പൂൾ. എന്ത് നല്ല മനോഹരമായ പൂൾ. ഹായ് പറ. ഇതിനെ പറ്റിട്ടാണോ ഈ പറഞ്ഞത്? ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. റെഡി 1 2 ചാടിക്കോ. തണ്ണിക്കുന്ന കാടാ. നല്ല ഞങ്ങള് വന്നിട്ട് ഇതുവരെ മഴ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നല്ല മഴ പെയ്യുന്നു. ഞാൻ മഴ പെയ്യുമ്പോ നല്ല വൈബ് ഉണ്ട് അല്ലേ? ഫുൾ വൈബ് അല്ലേ നദി? ഫുള്ളസ്റ്റ് വൈബ്. അത്യാവശ്യം വലിയ പൂളാണ്. കുട്ടികൾ അവിടെ ചാടുണ്ട്. അവിടെ കിഡ്സ് പൂള്. അപ്പൊ പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ നീന്തിട്ടൊന്നും എടുത്തോ. ഞാൻ മുങ്ങി. ഞാൻ ബാക്ക് സ്ട്രോക്ക് നീന്തിയതാ. ഫോൺ ഒരു കയ്യിൽ പിടിച്ചിട്ട്. പക്ഷെ ഒറ്റ കൈയിട്ട് പറ്റില്ല, മുങ്ങിപ്പോയി. കിട്ടിണ്ടാവും ഞാൻ മുങ്ങിന്. ഇത് തീരെ വെള്ളത്തിൽ ഇറങ്ങാൻ ഇഷ്ടമില്ലാത്ത ടീമുണ്ട് ഇതില്. ഇവര് കേറാണ്. ഞങ്ങളൊക്കെ പിന്നെ ഫുൾ മഴ വൈബില് ഇറങ്ങി. അനു ചാടുണ്ടാ? അയ്യോ ജംപ്. അങ്ങനെ നീന്തൽ പഠിക്കാൻ പോയാൽ സ്കൂളിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്റെ സൗണ്ട് ഇപ്പൊ തന്നെ പോയി. ഭയങ്കര കുറെ സംസാരിച്ചിരുന്നു നമ്മളെല്ലാരും. ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കണു. ആൻഡ് പിള്ളേരൊക്കെ പൂളിൽ നിന്ന് ഇറങ്ങി റെസ്റ്റിലാണ്.
ശരിക്കും കണ്ണേറുണ്ടാ? ഞാനിപ്പോ ഡ്രസ്സ് ഒന്ന് കണ്ണെറിഞ്ഞ്. ഡ്രസ് നല്ല ഭംഗിയുണ്ട് പറഞ്ഞ ആ കീറിയൊക്കെ. തള്ള വൈബായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണം ഭസ്മ പറഞ്ഞു. അതൊക്കെ പണ്ട് എന്റെ കാലത്തല്ലേ. ഇതട്ടെ ഇനി അടുത്ത പരിപാടി ഡിന്നർ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഹലോ, ഫുഡ് കഴിക്കാൻ പോവാ. വാ, നമുക്ക് ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് പോകണം. ഇവിടെ നാളെ ഒരു കല്യാണം ഉണ്ട്. അപ്പൊ ഇവരൊക്കെ അതിന്റെ വർക്കിലാണ്. ഇവിടെ ഡെക്കോറൊക്കെ ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ലൈറ്റൊക്കെ ഇട്ടിട്ട്. മക്കളൊക്കെ ഇറങ്ങി. വായോ, എല്ലാരും വായോ. വാ, നദി എവിടെ? വാ, ഇങ്ങനെ നടന്നിട്ട് പോണം. വാ, ഐശു വിശക്കുണ്ടോ നിങ്ങക്ക്? വാ, നടക്കാം നമുക്ക്. വാ, നൈറ്റിൽ പിന്നെ നൈറ്റ് ഡ്രസ് അല്ലേ ഇടാ? വാ, നോക്കി ഇറങ്ങിക്കോ. ആ, നമ്മള് ഫുഡ് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെയാണ് മെനു എന്നൊക്കെ നോക്കാം. നൈസ്. നെയ്ച്ചോറ്, പൊറോട്ട, വെള്ളപ്പം, ചിക്കൻ കറി അല്ലേ? പിക്കിളുണ്ടോ? ആ, ഓക്കെ. മതി മതി മതി. ഇനി നമുക്ക് പിക്കിളും നല്ലൊരു ഭംഗിയല്ല അച്ചാർ, മീൻസാണ്. മതിയോ? അപ്പുറത്തെ വില്ലേജില് വില്ലേലാ? ആ, നമ്മളൊരു വില്ലേല്. ചിലപ്പോ നമ്മളെല്ലാരും ഒരു വില്ലേല് നോക്കും. മതിയാ? നമുക്കൊക്കെ ഒരുമിച്ച് എടുക്കണ ഗേൾസൊക്കെ ആണോ? തല്ല് കൂടില്ലല്ലോ അല്ലേ? നിങ്ങള് 4 ആളും? ആരാ നമ്മള്? ഞാനുണ്ടാ? ഞാൻ നിങ്ങളുടെ ടീമിന്നാ വിട്ടേ. ഞാൻ വരട്ടപ്പോ പുതിയ ഗാങ്. അവർക്ക് അങ്ങക്കൊക്കെ വയസ്സായിക്കണം. ഞാൻ വരും. ആ, ഇരുന്നോ എല്ലാരും ഇരിക്കും. ഞാൻ ഫോട്ടോ എടുത്തേ. ഫുഡൊക്കെ അടിച്ച് വയറ് ഇറങ്ങിയില്ലേ? ഡിന്നർ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു അല്ലേ? ഡാൻസ് പഠിക്കാനാന്ന് പറഞ്ഞ് എന്റെ ഫോണ് മേടിച്ചിട്ട് ബോയ്സ് ഒക്കെ ഇവിടെ സെറ്റ് ആയില്ലേ? നമ്മളെക്കാളും എൻജോയ് ചെയ്യണ ഇപ്പൊ വരും. നോ 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 അതി. അത് ഞാൻ വെച്ചിരുന്നു. പക്ഷെ ഒരു ഡൗട്ട് ചെയ്യട്ടെ, അങ്ങനെയൊക്കെ തിരിച്ചു ഉറങ്ങിയില്ലേ? എല്ലാരും ഉറങ്ങി. അവിടെ പോയാലും ഷംലാടേയും ചീത്തക്കൂട്ട. എല്ലാരും ഉറങ്ങി. സമയം എന്തായി? 2 മണി. പക്ഷെ ഇവിടെ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ. നാളെ ഇവിടെ ഒരു കല്യാണമുണ്ട്. അതിൻ്റെ ഡെക്കോറാണ് ഇവിടെ. ഈ നാളെ രാവിലെ കാണാം. ഇപ്പോൾ ഗുഡ് നൈറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ എണീറ്റ് എല്ലാം ഉറങ്ങി. ഇപ്പോൾ ചാടിക്കാൻ വന്നിട്ടാണ്. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പുട്ട്, കടല ഒക്കെയാണ് ഓപ്ഷൻസ്. കുഴപ്പമില്ല. ഇഡ്ഡലി
രേതുവിന് ഇഡ്ഡലി വേണ? കുട്ടിനെ ഭീഷണിപ്പെടുത്തി ഫുഡ് കൊടുക്കുന്നു ശസ്ത്രം. കുട്ടി തിന്നാലും വേണ്ടില്ല, തിന്നില്ലെങ്കിലും വേണ്ട ഫുഡ് കഴിക്കുന്നേ. നമുക്കിവിടെ ഒരു മന വൈബാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വേറെ ഗസ്റ്റുള്ള കാരണം ഇവിടെ ഉള്ളിലൊക്കെ കയറിയിട്ടൊന്നും ഒരു ഫോട്ടോ എടുക്കാനൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല കുട്ടികളായിട്ട് വന്നതുകൊണ്ട് എല്ലാം ചെറിയ കുട്ടികളാണ്. സോ നമുക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് ഫുള്ളി. ഇവിടെ ഒരു വെഡ്ഡിങ് ഉണ്ട്, അതിൻ്റെ ഒരു ആളാണ് ഇവിടെ ഉള്ളത്. എന്തൊരു കളച്ചിരി. നമുക്ക് ഗെറ്റ് റെഡി വിത്ത് അസ് ചെയ്താലോ? ചെയ്യാം. ഓക്കെ, അത് നല്ലൊരു ഇതാവും. ഹലോ, ഗെറ്റ് റെഡി വിത്ത് അസ്. ഇനി അടുത്ത എന്താ? സൺസ്ക്രീൻ. If your friends are not interested in get ready with us, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ എടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കുട്ടികളിട്ട് റീൽ എടുക്കുക, വീഡിയോ എടുക്കുക, പരിപാടികൾ ചെയ്യാം. നല്ല അടുത്ത പരിപാടി നമുക്ക് കണ്ണെഴുതാം. ഫ്രണ്ട്സ് വന്നില്ലെങ്കിൽ ഫ്രണ്ട്സിനെ കുട്ടി നമ്മൾ ഐലൈനർ ഇട്ട് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് അടുത്ത് എന്താ ഇടുക? ബ്ലഷ് ഇടാം. ബ്ലഷ് നീ ഹൈലൈറ്റർ. അലപ്പ്. അപ്പൊ നമ്മള് റെഡിയായി. ചെക്ക് ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ നല്ല ഫ്രെയിം ഉണ്ട്. ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിരിയും അല്ലേ? അല്ല വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ചിലപ്പോ ഇനി അടുത്ത ട്രിപ്പ് ഞങ്ങള് എന്താ പ്ലാൻ? ഇത്തവണ കുട്ടികളായിരിക്കും നമ്മളെക്കാളും എൻജോയ് ചെയ്തത്. കണ്ടോ ട്രബിൾ മേക്കർ 90s കിഡ്സ് റിയൂണിയനിൽ ഉണ്ടാവുന്ന പറയണം. ആ, കാരണം 90s കിഡ്സിന്റെ റിയൂണിയനിൽ ഇപ്പൊ എങ്ങനെയൊക്കെയാണ്. നിങ്ങൾ എങ്ങനെ കാണിക്കല്? പക്ഷെ കാണിക്കുക ഇങ്ങനെയല്ല, ഇങ്ങനെ ചിരിക്കും ഇങ്ങനെ. കുട്ടികളൊക്കെ ഒരു ഫ്രെയിമിൽ കിട്ടാൻ നല്ല കഷ്ടപ്പാടാണ്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നദി ബാ. ലുക്ക് കണ്ടാ പറയൂ അതാരാ പോയി പോണേ? വീഡിയോ ആണേ. അഞ്ഞ് വീഡിയോ ആണേ. എല്ലാരും ജസ്റ്റ് ആക്ട് ചെയ്തോ. എന്തേലും സംസാരിക്കുക. എന്ത് വിശേഷം? ഹായ് ആസ്മ. എല്ലാരും ഒരുമിച്ച് ഓടി വരാം. ഒരു മിനിറ്റ് വാ. ഇവിടെ നിന്നല്ലേ?
അങ്ങോട്ടൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സ്ട്രഗിൾ ഈസ് റിയൽ. ലൊക്കേഷൻ ഇഷ്ടംപോലെ. ആ അവിടെ കുട്ടികളൊക്കെ കുറച്ച് ഡേഞ്ചറാണ്. ഞാൻ ശരിക്കും ആക്കട്ടത്. ഇനി ഇവിടെ വെഡിങ് ഉണ്ടെന്ന്. സോ നമ്മൾ ചെക്കൗട്ട് ടൈം ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും നൈസായിട്ട് സ്ഥലം വിടുകയാണ്. എല്ലാവരും വിടുകയല്ലേ? ബൈ. ബൈ ബൈ. അപ്പൊ നമ്മള് റിസോർട്ട് വിടാണ്. നല്ല അടിപൊളി സ്റ്റേ ചെയ്യണം അല്ലേ? പിന്നെ മക്കളൊക്കെ ഒരു ഇതുണ്ട്, ബഹളം ഉണ്ടായിരുന്നു. അവര് നമ്മളെക്കാളും എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അസ്മ വേറൊരു വണ്ടിയിൽ പോകുന്നുണ്ട്. ആ ബൈക്ക് കൊണ്ട് പോവും. ഷംല ഓൾറെഡി പോയി. 2 ഫ്രണ്ട്സ് ഓൾറെഡി പെരിന്തൽമണ്ണ ടീം പോയി. നമ്മള് പോവാൻ മാത്രം. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ നിന്നൊക്കെ വന്നു. എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോയി. ഫ്രണ്ടിനെ ഡ്രോപ്പാക്കി. പിന്നെ ഞാനും എൻ്റെ ഒരു കസിനും കൂടി ഞങ്ങൾ ഇങ്ങോട്ട് അവളെ വീട്ടിലേക്ക് വന്ന് തിരൂര്. അപ്പം എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഇവളെ വീട്ടിലാണ് നിന്നായിരുന്നു. ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുമ്പോൾ അപ്പം എൻ്റെ അമ്മ ഇപ്പം ഒന്നും നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ കുറേ നാളായി വന്നിട്ട്, വർഷങ്ങളായിട്ടുണ്ടാവും. മക്കളൊക്കെ ഇന്ന് ടി വി ആണ്. അങ്ങനെ അതും അപ്പം നമ്മളെ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞ് ഇന്ന് ആചർത്താടെ വന്ന് നമ്മൾ എന്താ കഴിച്ചിട്ടേ മന്തിയൊക്കെ കഴിച്ച്. ഇനി ഞങ്ങൾ ഇവരായിട്ട് ഞങ്ങളവിടേക്ക് പോവാം. പെട്ടെന്ന് സഡൻ പ്ലാൻ മീന്താന്. അപ്പൊ ഇനി ബാക്കി അവിടെ പോയിട്ട് കാണാം അല്ലേ?